മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം എന്ന നിലയിൽ തന്നെ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുന്ന ഒരാളാണ് മേഘ മഹേഷ് എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതം മേഘ സൽമാൻ എന്ന് പറയുന്നത് തന്നെയാണ്. സൽമാന്റെ ഭാര്യയായതിനു ശേഷം മേഘയ്ക്ക് ഒരുപാട് ആരാധകർ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. അന്നു മുതൽ ഇവരുടെ ആരാധകരെല്ലാവരും ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മേഘയ്ക്ക് ബിരുദം നേടാനായി എന്നും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയിലൂടെ തന്നെ അറിയുകയാണ്. സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് താരം സൈക്കോളജിക്ക് പഠിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ 2023-26 ബാച്ചിൽ 7.56% ഇപ്പോൾ മേഘ പാസ്സായിരിക്കുന്നത്. അതായത് ക്ലാസ്സിലെ കുട്ടികളുടെ 10 പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും മേഘയുടെ പേരുണ്ടാകും. ക്ലാസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മേഘയ്ക്ക് 8ാം സ്ഥാനമാണ് ഉള്ളത്. മാർക്കുകളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. ആദ്യത്തെ കുട്ടിക്ക് 8.59 മാത്രമാണ് മാർക്കായുള്ളത്. ശരിക്കും പറഞ്ഞാൽ 1% പോലും കൂടുതലായി ഫസ്റ്റ് റാങ്ക് ഉള്ള കുട്ടികൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ മേഘ ആ കഴിവുള്ള കുട്ടികളിൽ ഒരാൾ തന്നെയാണ് എന്ന് പറയണം. സൈക്കോളജി ബിരുദം നേടുക എന്നത് വളരെയധികം പ്രയാസപ്പെട്ട ഒന്നാണ് എന്ന് ഇതിന് താഴെ എല്ലാവരും പറയുന്നു. ഞാൻ സൈക്കോളജി പഠിച്ചിരുന്നു, എന്നാൽ എനിക്ക് വളരെയധികം പ്രയാസമാണ്. മേഘ എങ്ങനെയാണത് നേടിയതെന്ന് എനിക്കറിയില്ല. വളരെയധികം പ്രയാസമാണത് നേടാൻ. പക്ഷെ മേഘ അനായാസന നേടിയതുപോലെ തോന്നുന്നു. പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേഘയ്ക്ക് ഇപ്പോൾ നല്ല ഭാവി ലഭിക്കട്ടെ എന്നും പറയുന്നു. വിവാഹത്തിന് ശേഷവും പഠനം തുടർന്ന മേഘ ഷൂട്ടിങ്ങും പഠനവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പിന്നീട് പ്രേക്ഷകർ ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് മേഘയെക്കുറിച്ച് സംസാരിക്കാൻ. മേഘയോടുള്ള എല്ലാ സംസാരവും പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ഏറ്റെടുക്കാറുമുണ്ട്. മേഘയുടെ എല്ലാ കാര്യങ്ങൾ ചോദിക്കാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ്. മേഘയുടെ സോഷ്യൽ മീഡിയ പേജുകളിലെ ആരാധകരാണ് കൂടുതലും. എന്താണ് മേഘ ഇതിനുള്ള കാരണം? എങ്ങനെയാണ് പഠിപ്പിനിടയിലും ജോലിക്കിടയിലും ഇതൊക്കെ നടന്നു പോകുന്നത്? ഇപ്പോൾ തമിഴിലാണ് താരം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 15 ദിവസം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഘയ്ക്ക് ഇവിടെ നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ടും താരത്തിൻ്റെതായ രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്കോടെ തന്നെ നിൽക്കുകയാണ്. അതൊരു അഭിമാന നേട്ടം തന്നെയാണ് മേഘ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്നു. ഈ ഒരു നിമിഷം അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ അത് പ്രയാസമാണ്. ചെന്നൈയിലെ ഷൂട്ട് കഴിഞ്ഞ് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ ലഭിക്കുക. എന്നിട്ടും മേഘയ്ക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചത്? പലരും ഷൂട്ടിംഗ് കാരണം പഠനം ഉപേക്ഷിച്ചു പോയിട്ടുള്ള സമയം വരെയുണ്ട്. എന്നിട്ടും പലർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുമുണ്ട്. മേഘയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകാതെ നിൽക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം. ഞങ്ങളെയും കൂടി അഭിമാനത്തിലാണ് മേഘ എത്തിക്കുന്നത്. അത് കാണുമ്പോൾ സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി തന്നെയാണ് മേഘ ഇപ്പോൾ മുന്നേറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.